അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എല്ലാ പ്രേക്ഷകരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും മറ്റു പരീക്ഷകളിലുമെല്ലാം ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യങ്ങൾ വരാറുള്ള ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നിവയെക്കുറിച്ചുള്ള ഒരു ചുരുക്ക വിവരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് എന്താണ് ഡയറക്റ്റ് സ്പീച്ച്, എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രസ്താവന അല്ലെങ്കിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ മറ്റു വാചക രൂപത്തിലുള്ള കാര്യം അത് അതേ രൂപത്തിൽ ഉദ്ധരിക്കുക, പറയുക എന്നതിനാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുക. ആ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ ചിൽഡ്രൻ സെഡ് വി പ്ലേഡ് ദ ക്രിക്കറ്റ് ഹിയർ. ഇവിടെ ദ ചിൽഡ്രൻ സെഡ് കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ക്രിക്കറ്റ് കളിച്ചു എന്ന് കുട്ടികൾ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം പറഞ്ഞ ഒരു കാര്യം അത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞതുപോലെ അതേ രീതിയിൽ പറയാതെ, അതുപോലെ തന്നെ സ്പീച്ച് മാർക്സ് ഇല്ലാതെ. സ്പീച്ച് മാർക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വി പ്ലേഡ് ദ ക്രിക്കറ്റ്, അവിടെ നമ്മളൊരു ഇൻവേർട്ടർ കോമ കണ്ടു, അതൊന്നുമില്ലാതെ ആ പറഞ്ഞ വാക്കുകൾ അതേപടി ഉദ്ധരിക്കാതെ പക്ഷെ ആ ആശയം ഒരു അർത്ഥവും ഉൾക്കൊള്ളിക്കുന്ന ഒരു സ്പീച്ചിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടികൾ മറ്റൊരു സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റൊരു മുതിർന്ന സമൂഹത്തോട് പറയാണ് വി പ്ലേഡ് ദ ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. ഇത് മൂന്നാമതൊരാൾ കേട്ടു. എന്നിട്ട് ആ നാലാമതൊരാൾ പറയാണ്. ഇപ്പം ഇങ്ങനെയാവും പറയുക. ആ പറയുന്ന വാക്കാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് ദ ചിൽഡ്രൻ സെഡ്, കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ദാറ്റ് ദേ ഹാഡ് പ്ലേഡ് ദ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്പീച്ച്, ഈ ഒരു സെൻറ്റൻസ്, ഇതാണ് യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. ഇനി പറയാനുള്ളത് ഡയറക്റ്റ് സ്പീച്ചിൻ്റെയും ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെയും യൂസസ് ആണ്. ടൈപ്സ് എല്ലാം ശ്രദ്ധിക്കണം, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂസസ് ആണ്, എങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 5 രൂപത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. 1 റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, 2 റിപ്പോർട്ടിംഗ് WH ക്വസ്റ്റ്യൻസ്, 3 റിപ്പോർട്ടിംഗ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, 4 റിപ്പോർട്ടിംഗ് കമാൻഡ്സ്, ഓർഡേഴ്സ്, റിക്വസ്റ്റ്സ്, സജഷൻസ്, 5 റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഇനി ഈ 5 ഉപയോഗങ്ങളാണ് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ചിന് ഉണ്ടാവാറുള്ളത്. നമുക്ക് ഓരോന്നും വ്യക്തമാക്കി പറയാം. ആദ്യമായി റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനകൾ അത് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ആദ്യം പറയുന്നത്. ഇതിനുപയോഗിക്കാറുള്ള വേർബുകൾ സെഡ്, സേസ്, വിൽ സേ, സേയുമായി ബന്ധപ്പെട്ട പ്രയോഗിക്കാറുള്ള വേർഡുകൾ സെഡ്, സേസ്. അതുപോലെ തന്നെ ടോൾഡ്. പക്ഷെ ടോൾഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിനൊപ്പം പ്രൊണൗൺ ആവശ്യമുണ്ടാകും. ടോൾഡ് മീ എന്നോ, സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് മീയോ അല്ലെങ്കിൽ ഹെർ അല്ലെങ്കിൽ ഹിം എന്നിവയുള്ള പ്രൊണൗൺസ് അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഉദാഹരണം, ഹീ സെഡ്, അവൻ പറഞ്ഞു, ഐ റോട്ട് എ ലെറ്റർ, ഞാൻ ലെറ്റർ എഴുതി. ഇത് ഡയറക്റ്റാണ്, എല്ലാവർക്കും അറിയാം. ഇതിങ്ങനെ ഇൻഡയറക്റ്റ് ആക്കി, ഹീ സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ, അവനൊരു കത്ത് എഴുതിയിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. ഇനി പറയാനുള്ളത്, നമ്മൾ ഈ ഡയറക്റ്റ് സ്പീച്ച്, അതായത് ഹീ സെഡ് ഐ റോട്ട് എ ലെറ്റർ, ഇത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ആഡിങ് റിപ്പോർട്ടിംഗ് വെർബുകൾ കൂട്ടിക്കൊടുക്കുക. സെഡ് ദാറ്റ് നമ്മൾ കൂട്ടിക്കൊടുത്തല്ലോ, നമ്മൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ സെഡ് ദാറ്റ് കൂട്ടിക്കൊടുക്കുക. ഉദാഹരണം, ടോൾഡോ
സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് ഇതിൻ്റെ വെർബുകൾ മാറും. രണ്ടാമത്തത് ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺസ്, ഈ ഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് പേഴ്സൺസ് അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺസ്. ഐ റോട്ട് എ ലെറ്റർ, അവിടെ ഉള്ളത് ഏത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ആ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഉള്ളതെങ്കിൽ യു പോലെ അതാണുള്ളതെങ്കിൽ ആ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണെയും തേർഡ് പേഴ്സൺ ആക്കി ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് എന്താണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഏതൊക്കെയാണ്, തേർഡ് പേഴ്സൺ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് പേഴ്സൺ ഐ, വി, മീ, അസ്, മൈ, മൈൻ, അവർ, അവേഴ്സ് എന്നിവയാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ നമ്മൾ കാണുന്നത് പോലെ തന്നെ യു, യുവർ, യുവേഴ്സ്. തേർഡ് പേഴ്സൺ ഹി, ഹിസ്, ഹിം, ഹെർ, ഹേഴ്സ്, ഷീ, ഷീറ്റ്, ഹിം, ഇറ്റ്, ഇറ്റ്സ് എന്നിവയാണ് തേർഡ് പേഴ്സൺ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതിനാൽ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ നമ്മൾ കാണുന്ന ഐ, വി, മീ, അസ്, മൈ, മൈൻ, അവർ, അവേഴ്സ്, തന്നെ യു, യുവർ, യുവേഴ്സ് എന്നിവയെ തേർഡ് പേഴ്സൺ ആക്കി മാറ്റേണ്ടി വരും നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ മാറ്റം വരുത്തുമ്പോൾ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ആണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുമ്പോൾ ഹി ആക്കേണ്ടി വരും. തന്നെ മീ ആണെങ്കിൽ ഹിം ആക്കേണ്ടി വരും. മൈ ആണെങ്കിൽ ഹിസ് അല്ലെങ്കിൽ ഓർ ഹെർ ആക്കേണ്ടി വരും, അവൻ്റെ അവളുടെ. മൈനാണെങ്കിൽ എൻ്റേത് പറയുമ്പോൾ ഹിസ്, അവിടെയും ഹിസ്സോ ഹെർ ആക്കേണ്ടി വരും. അല്ലെങ്കിൽ മൈ സെൽഫ് ആണെങ്കിൽ അവിടെ ഹിംസെൽഫ് അല്ലെങ്കിൽ ഹെർ സെൽഫ് ആക്കേണ്ടി വരും. ഹിംസെൽഫ് ഹീൻ്റെ ഇതാണ്, ഹെർ സെൽഫ് ഷീയുടേതുമാണ്. ഇനി വി ആണെങ്കിൽ നമ്മൾ, ദേ അവർ എന്നാക്കേണ്ടി വരും. തന്നെ ഈ അസാങ്കിൽ നമ്മളെന്നാണെങ്കിൽ ദം അവരെ എന്നാക്കേണ്ടി വരും. അവർ നമ്മൾ, ദേ അവർ, ദേ എന്ന് പറയേണ്ടി വരും. തന്നെ അവേഴ്സ് നമ്മുടെ. അപ്പോൾ അവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കേൾക്കുമ്പോൾ ദേഴ്സ് എന്ന് പ്രയോഗിക്കേണ്ടി വരും അതിൻ്റെ സ്ഥാനത്ത്. തന്നെ അവർ സെൽഫ്സിൻ്റെ സ്ഥാനത്ത് ദം സെൽസ് പ്രയോഗിക്കേണ്ടി വരും. യുവിൻ്റെ സ്ഥാനത്ത് ഹിയോ അല്ലെങ്കിൽ ഷിയോ അല്ലെങ്കിൽ അയ്യോ അല്ലെങ്കിൽ ദേയോ അല്ലെങ്കിൽ ബിയോ ആണ് പ്രയോഗിക്കേണ്ടി വരിക. ഇതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന, ഏതൊരു വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പിന്നെ യുവർ എന്നതിൻ്റെ സ്ഥാനത്ത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ഹിസ് അല്ലെങ്കിൽ ഹെർ അല്ലെങ്കിൽ മൈ അല്ലെങ്കിൽ ദർ അല്ലെങ്കിൽ അവർ എന്നതിൽ നിങ്ങളിത് പ്രയോഗിക്കേണ്ടി വരും. അത് സന്ദർഭത്തിനനുസരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ യുവേഴ്സ് ആണെങ്കിലും അവിടെയും ഹിസ്സോ അല്ലെങ്കിൽ ഹെർ അല്ലെങ്കിൽ മൈൻ അല്ലെങ്കിൽ ദേഴ്സ് അല്ലെങ്കിൽ അവേഴ്സ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും പ്രയോഗിക്കേണ്ടി വരിക. അവേഴ്സിനാണ് നമ്മുടേത്, ദേഴ്സിന് അവരുടേത്, മൈനാണ് എൻ്റേത്. അതിനാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റം വരുത്തേണ്ടി വരും. നമുക്കൊരു ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹി സെഡ് ഐ റോട്ട് എ ലെറ്റർ. ഇവിടെ ഞാനൊരു കത്തെഴുതി, ഇതാണ് ഡയറക്റ്റ് സ്പീച്ചാണ്. ഇതിനെ ഇൻഡയറക്റ്റിലാക്കുമ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ്, ഇവിടെ ഐ എന്നുള്ളത് എന്തായി മാറി, ഹി ആയിട്ട് മാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഡയറക്റ്റ് സ്പീച്ചിലെ വേർബുകൾ, അത് വേർബ്സ് അതിൽ മാറ്റം സംഭവിക്കുന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി സെഡ്, അവൻ പറഞ്ഞു. ഐ ഗോ ടു ഹോം, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഇതിനെങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ അവിടെയും വെർബ് സിമ്പിൾ പ്രസൻറ്റ് തന്നെ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരമായി പറയാനുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആവില്ല, മറിച്ച് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഹി സെഡ് ദാറ്റ് ഹി വെൻറ്റ് ടു ഹോം. എന്നാൽ ഗോ എന്നുള്ളത്, ഗോ എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് അത് വെൻറ്റ് ആക്കിയിട്ട് സിമ്പിൾ പാസ്റ്റ് ആക്കിയിട്ടായിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ അത് നമ്മൾ എന്താക്കി മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്, മുഹമ്മദ് സെഡ് ഐ ആം ഈറ്റിംഗ് ദ ഫുഡ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഐ ആം ഈറ്റിംഗ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ വെർബിൽ മാറ്റമുണ്ടാകുമോ? വെർബിൽ മാറ്റമുണ്ടാകും. പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പ്രയോഗിക്കുക. അതായത് മുഹമ്മദ് സെഡ് ദാറ്റ് ഹി വാസ് ഈറ്റിംഗ് ദ ഫുഡ്.
അങ്ങനെയായിരിക്കും പ്രയോഗിക്കേണ്ടി വരിക. നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ സ്റ്റുഡൻസ് സെഡ്, വിദ്യാർത്ഥികൾ പറഞ്ഞു, വി ഹാഡ് ലേൺഡ് അവർ ലെസൺസ്, ഞങ്ങൾ ഞങ്ങളുടെ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്കാക്കുന്നു. അപ്പോൾ ദ സ്റ്റുഡൻസ് സെഡ് ദാറ്റ് ദേ ഹാഡ് ലെസൺ ദർ ലെസൺസ്. ഇവിടെ പ്രൊനൗൺസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേഞ്ച് വരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനോട് കൂട്ടി വായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഇനി പറയാനുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റിമറിക്കണം എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ റഷീദ് സാഡ് ഐ ഹാവ് ബീൻ പ്ലേയിങ് ദ ഫുട്ബോൾ. അപ്പോൾ ഇതിനെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റിമറിക്കണം എന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറയണം, റഷീദ് said that he had been playing the football എന്നാക്കി മാറ്റിമറിക്കണം. ഇനി സിമ്പിൾ പാസ്റ്റ്, അതാണ് ഡയറക്റ്റ് സ്പീച്ചിലെ വെർബെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് ചേഞ്ച് വരുത്തിയാൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇനി സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് വരുത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റാണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ ഉദാഹരണം മുഹമ്മദ് സാറ്റ് വി വെൻറ്റ് ടു കോളേജ്. അപ്പോൾ നമ്മളത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മറിക്കണം. അതായത് മുഹമ്മദ് സാറ്റ് ദാറ്റ് ഹി ഹാഡ് വെൻറ്റ് ടു കോളേജ് എന്നാക്കി മറിക്കേണ്ടി വരും. ഹി ഹാഡ് ടു വെൻറ്റ് എന്നാക്കി പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മറിക്കേണ്ടി വരും. ഇനി ഓൾറെഡി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ചോദിച്ചാൽ അവിടെ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. അവിടെ നേരെ പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയായിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിലുണ്ടാവുക എന്നതാണ്. പിന്നെ ഫ്യൂച്ചറിലും കോമൺ ആയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവാറില്ല. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫ്യൂച്ചറിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഏത് ടെൻസ് വന്നാലും അവിടെ വില്ലിനെ മറിച്ചിട്ട് എന്താക്കണം, വുഡാക്കി മറിക്കണം എന്നുള്ളൊരു നിയമം മാത്രമേ പൊതുവായിട്ട് ഫ്യൂച്ചറിൻ്റെ ടെൻസിൽ പറയാനുള്ളൂ. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ടാവാറില്ല സാധാരണ. ഇനി ഡയറക്റ്റ് സ്പീച്ചിലുള്ളത് മോഡൽ വെർബ്സ് ആണെങ്കിൽ ക്യാൻ പോലെ, മസ്റ്റ് പോലെ, മേ പോലെ, ഷാൾ പോലെ, വില്ല് പോലെ, അത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ മാറ്റം വരുത്തണോ? ഇതിരുത്തമായി പറയാനുള്ളത് ക്യാൻ ആണെങ്കിൽ അതിനെ കുഡ് ആക്കി മറിക്കണം, കുഡ്. ഇനി മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കി മറിക്കണം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആക്കുമ്പോൾ. മേ ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പ്രയോഗിക്കുമ്പോൾ അവിടെ മേ എന്ന് പറയുന്ന വെർബിനെ മൈറ്റാക്കി, മോഡൽ വെർബിനെ മൈറ്റാക്കി മറിക്കണം. ഇനി ഷാൾ എന്ന് പറയുന്ന മോഡൽ വെർബാണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ അതിനെ ഷുഡാക്കി മാറ്റി മറിക്കണം. പിന്നെ വില്ലാണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ അതിനെ വുഡാക്കി മറിക്കണം, മുമ്പ് പറഞ്ഞിരുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാകും. സൽമാൻ പ്രസ്താവിച്ചു, ഐ ക്യാൻ യൂസ് കോൾഡ് കളേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വാം കളേഴ്സ്. എനിക്ക് വാം കളേഴ്സിന് പകരം കോൾഡ് കളേഴ്സ് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ പറഞ്ഞു ക്യാൻ എന്നുള്ളത് കുഡാക്കി മറിക്കും ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ. അപ്പോൾ സൽമാൻ സ്റ്റേറ്റഡ് ദാറ്റ് ഐ എന്നുള്ളത് ഹി ആയി മാറും. ഹി കുഡ് യൂസ്, ക്യാൻ അല്ല കുഡ്, ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ കുഡായി മാറും. കുഡ് യൂസ് കോൾഡ് കളേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വാം കളേഴ്സ്. ഇനി മേ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ മൈറ്റാക്കി മറിക്കുന്നു പറഞ്ഞു. അതായത് ഐ മേ മീറ്റ് വിത്ത് മൈ സിസ്റ്റർ. ഞാൻ എൻ്റെ സിസ്റ്ററിനൊപ്പം കണ്ടുമുട്ടും. സെഡ് മൈ മദർ, എൻ്റെ അമ്മ പറഞ്ഞു. ഇതിനെ നമുക്ക് എങ്ങനെ എന്താക്കി മറിക്കാം, ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി മറിക്കാം. അപ്പോൾ മേ എന്നുള്ളത് എന്തായിട്ട് വരും നോക്കാം. മൈ മദർ സെഡ് ദാറ്റ് ഷീ മൈറ്റ് മീറ്റ് വിത്ത് ഹെർ സിസ്റ്ററായി മാറും. അപ്പോൾ മേ എന്നുള്ളത് മൈറ്റായി മാറി. ഇനി സ്വാലിഹ് സെഡ് ദാറ്റ്, സ്വാലിഹ് പറഞ്ഞു, അതായത് ഐ വിൽ ഫിക്സ് ദ പ്ലഗ്, ഞാൻ പ്ലഗ് ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ വില്ല് വല്ല മാറ്റം സംഭവിക്കുമോ നോക്കാം. സ്വാലിഹ് സെഡ് ദാറ്റ് ഹി വുഡ് ഫിക്സ് ദ പ്ലഗ്. ഇവിടെ വില്ല് എന്നുള്ളത് എന്തായി മാറി, ഫിക്സായി മാറി, വുഡ് ആയി മാറി. പിന്നെ ഐ എന്നുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ഹി ആയി ഇവിടെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്.
ഇനി ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ടിംഗ് WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യാം. ഇതിന് ഉപയോഗിക്കാറുള്ളത് ആസ്ക്ഡാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം പറയുമ്പോൾ വളരെ വ്യക്തമാകും ഇതിനെക്കുറിച്ച്. ദ ടീച്ചർ സെഡ് ടു മീ, ടീച്ചർ എന്നോട് ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ഒരു മാറ്റം വരുത്തുമ്പോൾ യാതൊരു കാര്യവും പുതുതായിട്ട് ആഡ് ചെയ്യാനൊന്നുമില്ല, സിമ്പിളാണ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ ദാറ്റ്, സെഡ് ഉള്ളത് ആസ്ക്ഡായി മാറും, കാരണം ചോദ്യമായതുകൊണ്ട് ചോദിച്ചു എന്നാണല്ലോ പ്രയോഗിക്കേണ്ടത്. ടീച്ചർ എന്നോട് ചോദിച്ചു ദാറ്റ്, അതായത് വാട്ട് ഐ വാസ് ഡൂയിങ്, ഞാൻ എന്താണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ട് ആർ യു ഡൂയിങ്, ഫസ്റ്റ് ഇവിടെ ഓക്സിലറി വെർബ് വരുമായിരുന്നു. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാകുമ്പോൾ ആദ്യം നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ പറയുന്ന ആൾ ഐ തന്നെ ഫസ്റ്റ് വരും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹി ആസ്ക്ഡ് മീ വൈ ഡിഡ് യു ഇൻസൾട്ട് മൈ മദർ, നീ എന്തുകൊണ്ട് എൻ്റെ ബ്രദറിനെ ഇൻസൾട്ട് ചെയ്തു, എന്നോട് അവൻ ചോദിച്ചു. ഇത് നമുക്കെങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ പറ്റും? ഹി ആസ്ക്ഡ് മീ, അവനോട് ചോദിച്ചു, വൈ ഐ ഹാഡ് ഇൻസൾട്ടഡ് ഹിസ് ബ്രദർ. ഇവിടെ വൈക്ക് ഒരു ഈസ് കൊടുത്തിരുന്നു, ഈസ് ആവശ്യമില്ലാത്തതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡിഡ് യു ഇൻസൾട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ വൈ ഐ ഹാഡ് ഇൻസൾട്ടഡ് ഹിസ് ബ്രദർ എന്നായിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റു മാറ്റങ്ങളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ ഉപയോഗം റിപ്പോർട്ടിംഗ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യലാണ്. ഇതിൽ ആസ്ക്ഡ് പ്ലസ് വെദർ അല്ലെങ്കിൽ ഈഫ് ആണ് ഇതിൽ ഉപയോഗിക്കേണ്ടി വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ആസ്ക്ഡ്, ഞാൻ എന്നോട് ചോദിച്ചു, ക്യാൻ യു സിംഗ്, നീ പാടാൻ കഴിയുമോ, എനിക്ക് പാടാൻ കഴിയുമോ. അപ്പോൾ ഇതിനെങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റാം? ഐ ആസ്ക്ഡ് ഹിം, നമ്മൾ പറഞ്ഞു വെദറോ അല്ലെങ്കിൽ ഈഫോ കൂട്ടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് ചോദിച്ചു വെദർ അല്ലെങ്കിൽ ഇഫ് ഹി കുഡ് സ്വിം, ക്യാൻ എന്നത് കുഡായി മാറും, എനിക്ക് പാടാൻ കഴിയുമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. സിംഗ് ആണ്, സ്വിം അല്ല. ഇനി മറ്റൊരു ഉദാഹരണം, റാഷിദ് ആസ്ക്ഡ് ഫാത്തിമ, റാഷിദ് ഫാത്തിമയോട് ചോദിച്ചു, ഹാവ് യു സീൻ മൈ വെൽത്ത്, നീ എൻ്റെ സമ്പത്ത് കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാം? റാഷിദ് ആസ്ക്ഡ് ഫാത്തിമ വെദർ ഷീ ഹാഡ് സീൻ ഹിസ് വാച്ച് ഓർ വെൽത്ത്, അവൾ അവൻ്റെ വാച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ഫാത്തിമയോട് റാഷിദ് ചോദിച്ചു. അപ്പോൾ ഇവിടെ വെദർ എന്നുള്ളത് വന്നു, പിന്നെ ഹ്യൂ എന്നുള്ളത് ഷിയായി മാറി സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട്, പിന്നെ മൈ എന്നുള്ളത് ഹിസ്സായി മാറി. പിന്നെ മറ്റ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇതിലും സംഭവിച്ചിട്ടില്ല. പ്രധാനമായിട്ടുള്ളത് വെദറോ അല്ലെങ്കിൽ ഈഫും അതുപോലെ തന്നെ ആസ്ക്ഡും ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. നാലാമത്തെ ഉപയോഗം റിപ്പോർട്ടിംഗ് കമാൻഡ്സ്, ഓർഡർ, റിക്വസ്റ്റ് ആണ്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് സജഷൻസ്, നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ, കൽപ്പന, ഓർഡർ, തന്നെ നിർദ്ദേശങ്ങൾ, ഇവയൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഇത് പ്രധാനമായിട്ട് ഈ സമയത്ത് ഉപയോഗിക്കാറുള്ള വേർഡുകൾ ഇതിനു വേണ്ടിയിട്ട് ഓർഡേഡ് കൽപ്പിച്ചു, കമാൻഡ് ചെയ്തു, ടോൾഡ് പറഞ്ഞു, ആസ്ക്ഡ് ചോദിച്ചു, റിക്വസ്റ്റഡ് ആവശ്യപ്പെട്ടു, അഡ്വൈസ്ഡ് ഉപദേശിച്ചു, ബെഗ്ഡ് യാചിച്ചു, വാണ്ട് മുന്നറിയിപ്പ് നൽകി. ഇവ പോലെയുള്ള വേർഡുകളാണ് ഇതിനോട് ഉപയോഗിക്കാറുള്ളത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗെറ്റ് ഔട്ട് ഫ്രം ദ കോളേജ്, കോളേജിൽ നിന്ന് പുറത്തു പോവുക. സെഡ് ദ പോലീസ്മാൻ പറഞ്ഞു. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ ഒരു കൽപ്പനയല്ല, അപ്പോൾ നമ്മൾ എങ്ങനെ ആക്കി മറിക്കണം? ദ പോലീസ്മാൻ ഓർഡേർഡ് ഹിം, പോലീസ്മാൻ അവനോട് ഓർഡർ ചെയ്തു ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ കോളേജ്, കോളേജിൽ നിന്ന് ഗെറ്റ് ഔട്ട് പുറത്തു പോകാൻ. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ലിങ്കിങ് വേർഡായിക്കൊണ്ട് ടു ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള മാറ്റം. മറ്റു മാറ്റങ്ങളൊന്നും റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെയൊക്കെയുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ പ്രധാനമായിട്ടും കടന്നു വരാറില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായ ഭാഗമാണ് ഈ ഭാഗം. തന്നെ മറ്റൊരു പ്ലീസ് ഹെൽപ്പ് മീ ഒരു ആവശ്യപ്പെടലാണ്. ഷീ ടോൾഡ് മീ, അവളെന്നോട് പറഞ്ഞു, നിങ്ങളെന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനെങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റാം? ഷീ റിക്വസ്റ്റഡ് മീ, അവളെന്നോട് ആവശ്യപ്പെട്ടു ടു ഹെൽപ്പ് ഹെർ, അവളെ സഹായിക്കാൻ. ഇവിടെ പ്രധാനമായിട്ടും ഒരു മാറ്റങ്ങളും
നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇവിടെയും സംഭവിച്ചിട്ടില്ല. എല്ലാം വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി അഞ്ചാമത്തെ ഒരു യൂസ്, അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ. ഒരു അത്ഭുതം സംഭവിക്കുന്ന സമയത്ത് പറയണ സെൻറ്റൻസുകൾ അത് റിപ്പോർട്ട് ചെയ്യുക. ഉദാഹരണം, ഇതിനുണ്ട് ഉപയോഗിക്കാറുള്ള വെർബുകൾ എക്സ്ക്ലാമഡ്, വണ്ടേഡ്, തന്നെ മോമഡ് തുടങ്ങിയ പോലത്തെ വേർഡുകളാണ് ഉപയോഗിക്കാറുള്ളത്. അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു, അമ്പരന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹീ സാഡ്, അവൻ പറഞ്ഞു, ഹൗ ലാസി ഹീ വാസ്, അവൻ എന്തൊരു അലസനാണ്. അപ്പം ഇതിന് നമുക്ക് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാം? ഹീ വണ്ടേഡ് ദാറ്റ് ഹൗ ലാസി ഹീ വാസ്. സാഡ് എന്നുള്ളത് എന്തായി മാറി? വണ്ടേഡായി മാറി. ആശ്ചര്യപ്പെട്ടു. അതായത് ദാറ്റ് എന്നുള്ളൊരു ദാറ്റ് ആഡായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടേഡ്, സെഡിന് പകരം വണ്ടേഡ് വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഷീ സെഡ്, അവൾ പറഞ്ഞു. ഓ ഐ ലോസ്റ്റ് മൈ പേഴ്സ്, എനിക്ക് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ഇതിലൊരു ദുഃഖമുണ്ട്, ദുഃഖത്തോടുകൂടെയുള്ള ഒരു ആശ്ചര്യം, അമ്പരപ്പ് അതിൽ പറയാണ്. ഷീ എക്സ്ക്ലൈമഡ് വിത്ത് സോറോ. ഇതിൽ പറയാണ് ദാറ്റ്, അതായത് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ പേഴ്സ്, അവൾക്ക് അവളുടെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഐ ലോസ്റ്റ് മൈ പേഴ്സ് എന്നുള്ളത് പാസ്റ്റ് ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റി. അതുകൊണ്ടാണ് ദാറ്റ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ പേഴ്സ്. ഇവിടെ സെഡിന് പകരം എക്സ്ക്ലൈമഡ് വിത്ത് സോറോ എന്നുള്ള വേർഡാണ്, സെൻറ്റൻസാണ് വന്നിട്ടുള്ളത്. എക്സ്ക്ലൈമഡ് എന്ന വെർബാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം നമ്മൾ. പിന്നെ ദാറ്റ് മാഡായി വന്നു. അതിൽ കൂടുതൽ ചേഞ്ചസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ വെർബുകളിൽ അതുപോലെ തന്നെ മറ്റൊക്കെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് പറയുമ്പോൾ അവിടെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഉദാഹരണം, ദിസ് എന്ന് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ അവിടെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ആ ദിസിന് പകരം ദിസിനെ ദാറ്റായിട്ട് ചേഞ്ച് വരുത്തേണ്ടതുണ്ടാകും. പിന്നെ ദീസ് ആണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളതെങ്കിൽ അതിനെ ദോസ് ആക്കിയിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. നൗ എന്നാണെങ്കിൽ ദെൻ ആക്കിയിട്ടും, ഹിയർ എന്നാണെങ്കിൽ ദർ ആക്കിയിട്ടും, ദസ് എന്നാണെങ്കിൽ അതുകൊണ്ട് തന്നെ എന്നാണ് അർത്ഥം, സോ ആക്കിയിട്ടും, നെക്സ്റ്റ് എന്നാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ഫോളോയിങ് എന്നാക്കിയിട്ടും, എഗോ എന്നാണെങ്കിൽ ഇതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ബിഫോർ എന്നാക്കിയിട്ടും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറ്റ്വാൻസ് എന്നാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അറ്റ്വാൻസ് എന്നാണെങ്കിൽ അതിനെ ഡയറക്റ്റ് സ്പീച്ചിൽ അറ്റ്വാൻസ് എന്നാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇതിനെ ജസ്റ്റ് തന്നോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ന് ആക്കേണ്ടി വരും. പിന്നെ ടഡേ എന്നാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ദാറ്റ് ഡേ എന്നാക്കേണ്ടി വരും. പിന്നെ ലാസ്റ്റ് വീക്ക്, മാസത്തിലല്ല കഴിഞ്ഞ അവസാനത്തെ ആഴ്ച, അതിന് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ദ പ്രീവിയസ് വീക്ക് എന്ന് പ്രയോഗിക്കണം, മുമ്പത്തെ ആഴ്ച എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വീക്ക് എന്നാണ് ഡയറക്റ്റ് സ്പീച്ച് ഉള്ളതെങ്കിൽ അതിനെ ദ ഫോളോയിങ് വീക്ക് എന്നാക്കി നമ്മൾ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ സ്ഥലങ്ങളിലും അതുതന്നെ കാലങ്ങളും ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവർ പറഞ്ഞു, വി മെറ്റ് ടുഗദർ ഇൻ കോളേജ് യെസ്റ്റർഡേ, ഞങ്ങൾ ഇന്നലെ കോളേജിൽ വെച്ച് കണ്ടുമുട്ടി. യെസ്റ്റർഡേ ഇന്നലെ. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ദ ഡേ ബിഫോർ എന്നായിട്ട് ചേഞ്ച് വരുത്തണമെന്നാണ്. നോക്കാം, ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് മെറ്റ് ടുഗദർ ഇൻ കോളേജ് ദ ഡേ ബിഫോർ. ഇന്നലെ ഞങ്ങൾ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നവർ പറഞ്ഞു. അവർ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഇനി റാഷിഫ് പറഞ്ഞു, ഇറ്റ് ഈസ് കോൾഡ് ഇൻ ഹിയർ, ഇവിടെ അതിശൈത്യമാണെന്ന് പറഞ്ഞു. ഇവിടെ അതിശൈത്യമാണ് എന്ന് റാഷിഫ് പറഞ്ഞു. പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ പറയാം, റാഷിഫ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് കോൾഡ് ഇൻ ദർ. ഹിയറിന് പകരം പ്രയോഗിച്ചിട്ടുള്ളത് ദർ എന്നാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വല്ല സംശയമുണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നും അഭ്യർത്ഥിക്കുന്നു. തെറ്റുകളോ പാകപ്പിഴകളോ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സഹകരിക്കുമെന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.